നമസ്കാരം. മാതൃദേശം എൻ്റർടൈൻമെൻറ്റ് പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം സിനിമാ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നത് യുവ എഴുത്തുകാരിയും സിനിമാ നിർമ്മാതാവും തിരക്കഥാകൃത്തുമായ ആര്യ ഭുവനേന്ദ്രനാണ്. ഈ മാസം 13-ന് റിലീസാകുന്ന കള്ളം എന്ന സിനിമയുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കുകയാണ് ഈ ചിത്രത്തിൻ്റെ തന്നെ തിരക്കഥാകൃത്തായ ആര്യ ഭുവനേന്ദ്രൻ. കാമിയോ എൻ്റർടൈൻമെൻറ്റ്സിൻ്റെ ബാനറിൽ അനുറാം സംവിധാനം ചെയ്യുന്ന ഈ ചിത്രത്തിനായി കാത്തിരിക്കുകയാണ് പ്രേക്ഷകർ. ഒരിക്കൽ കൂടി ആര്യ ഭുവനേന്ദ്രനെ സ്വാഗതം ചെയ്തുകൊണ്ട് അവരുടെ വാക്കുകളിലേക്ക് നമുക്ക് പോകാം. നമസ്കാരം. അല്ലേ, സിനിമാ നിർമ്മാണ രംഗത്തേക്ക് ആദ്യമായിട്ട് വരുന്ന ചിത്രം അല്ലേ? എങ്ങനെയാണ് ഈ സിനിമയുടെ രചനയിലോട്ട് വരുന്നത്? കഥാതിരക്കഥാ സംഭാഷണം. എഴുത്ത് എന്ന് പറയുന്ന ഒരു പാഷൻ തലയിൽ കയറിയിട്ടിപ്പോൾ ഒരുപാട് വർഷങ്ങളായി. അതെങ്ങനെ എവിടെ നിന്ന് വന്നു എന്നുള്ളതിനെ പറ്റി എനിക്ക് തന്നെ ഇതുവരെ ഡിഫൈൻ ചെയ്യാൻ പറ്റിയിട്ടില്ല. എഴുത്തിനോടുള്ള ഇഷ്ടം ക്രമേണ സിനിമയിലോട്ട് മാറുന്നതാണ്. അതായത് നമ്മുടെ കോളേജ് കാലഘട്ടങ്ങളിലൊക്കെ ലൈബ്രറികളിൽ വായിച്ച തിരക്കഥകളായിരിക്കണം. കുറേ തിരക്കഥകൾ ഇങ്ങനെ വായിച്ചിട്ടുണ്ട് സെക്ഷനിൽ നിന്നെടുത്ത്. അപ്പോൾ അതായിരിക്കണം ഒരു പക്ഷേ തിരക്കഥാ രചനയിലേക്ക് ഒരു പാഷൻ ഉണ്ടാകാനുള്ള കാരണം അതുതന്നെ ആയിരിക്കണം. അങ്ങനെയാണ് ഏകദേശം ഒരു കുറേ വർഷങ്ങളോളമായി ഈ ഒരു പാഷൻ തുടങ്ങിയിട്ട്. എന്നാൽ അതിനു വേണ്ടി നമ്മൾ പ്രോപ്പറായ രീതിയിൽ ശ്രമിച്ചിട്ടുണ്ടോ എന്നുള്ളത് അറിയില്ല. നമ്മുടെ കബോർഡ്സിൽ കുറേ എഴുതി വെച്ചിട്ടുണ്ട് എന്നുള്ളതല്ലാതെ ആത്മാർത്ഥമായ ശ്രമങ്ങൾ നടത്തിയിട്ടില്ല. നമ്മൾ സോഷ്യൽ മീഡിയയിൽ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഏതെങ്കിലും ആർട്ടിസ്റ്റുകളുടെ അടുത്തോ ഡയറക്ടറിൻ്റെ അടുത്തോ നമ്മൾ സാർ ഒരു കഥ കേൾക്കാമോ എന്ന് ചോദിക്കുന്ന ഒരു എഫേർട്ടാണ് ഇത്രയും നാൾ എടുത്തുകൊണ്ടിരുന്നത്. അതിനപ്പുറത്തേക്ക് സീരിയസ് ആയിട്ട് അല്ലെങ്കിൽ കുറച്ചുകൂടി ഒരു എഫേർട്ട്, ഒരു ശരിയായ രീതിയിലുള്ളൊരു എഫേർട്ട് സ്ട്രഗിൾ എടുക്കാൻ തുടങ്ങിയിട്ട് ഇപ്പം കുറച്ച് നാളുകളെ ആയിട്ടുള്ളൂ. പല സ്ഥലങ്ങളിലും കഥ പറഞ്ഞിട്ടുണ്ട്. കഥ പറഞ്ഞ സ്ഥലങ്ങളിലെല്ലാം വർക്കായിട്ടുണ്ട്. ആരും ഇത് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടില്ല. പക്ഷേ എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് ഇത് നീണ്ടു പോയി. ഒരു പക്ഷേ ഒരു പ്രൊഡ്യൂസറിനെ ഇപ്പോൾ എന്നെ പോലൊരു ഒരു തരത്തിലുള്ള സിനിമ എക്സ്പീരിയൻസും അവകാശപ്പെടാനില്ലാത്ത ഒരാളിന് കൺവിൻസ് ചെയ്യിക്കുക വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിരിക്കും. പ്രത്യേകിച്ച് ഞാനൊക്കെ വിതുര എന്ന് പറയുന്നത് തിരുവനന്തപുരം ജില്ലയിലെ ഒരു മലയോര ഗ്രാമമാണ് വിതുര. അവിടെ സിനിമ സ്വപ്നമാണ് എന്ന് തുറന്നു പറയാൻ പോലും ബുദ്ധിമുട്ടുള്ള ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. നമ്മൾ പല രീതിയിലും നമ്മൾ പുറകോട്ടടിക്കാം എന്നുള്ളത് കൊണ്ടും ജഡ്ജ് ചെയ്യപ്പെടാം എന്നുള്ളത് കൊണ്ടും നമ്മുടെ മോഹം സിനിമയാണ് എന്ന് റിവീൽ ചെയ്യുന്നത് തന്നെ വളരെ വൈകിട്ടാണ്. അപ്പോൾ അത്തരത്തിൽ അങ്ങനെ ഒരു സിനിമ പാഷൻ പുറത്തു പറയാൻ തന്നെ പേടിയുള്ളൊരു സമയത്ത് അതെങ്ങനെ അതുമായി മുന്നോട്ട് പോകും എന്നുള്ളത് അറിയില്ല നമുക്ക്. അപ്പോൾ നമ്മൾ അല്ലാതെ പാരലലി കുറേ ശ്രമങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരുന്നു. നേരത്തെ പറഞ്ഞതുപോലെ ആദ്യം നമ്മൾ ചിലപ്പോൾ പ്രൊഡ്യൂസേഴ്സിനെ കണ്ട് കൺവിൻസ് ചെയ്യിക്കാൻ നോക്കും. കുറച്ച് നാൾ കഴിയുമ്പോൾ ആർട്ടിസ്റ്റിനെ കണ്ട് കൺവിൻസ് ചെയ്യിക്കാൻ നോക്കും. കുറേ നാൾ കഴിയുമ്പോൾ അല്ല നമുക്ക് ഏതെങ്കിലും ഡയറക്ടറിനെ തന്നെ പോയി കാണാം. അതേ വഴി അങ്ങനെ കുറേ നാളിങ്ങനെ നമ്മളൊരു ഒരു പ്രോസസ്സിലൂടെ പോയി ഒരു സ്റ്റേജ് കഴിഞ്ഞപ്പോൾ മനസ്സിലായി നമ്മൾ ഇനിഷ്യേറ്റീവ് എടുത്ത് നമ്മൾ എന്താണ് എന്ന് നമ്മുടെ ഫിലിം മേക്കിംഗ് സെൻസ് എന്താണ്, അല്ലെങ്കിൽ നമുക്ക് എന്താണ് പറയാനുള്ളതെന്ന് നമ്മളൊരു ഇനിഷ്യേറ്റീവ് കൊടുക്കണം. അപ്പോൾ നമ്മുടെ പ്രയോറിറ്റീസ്, ലൈഫിലെ ഏറ്റവും വലിയ പ്രയോറിറ്റി ഒന്ന് സിനിമയാണ്. ഒരു സിനിമ ചെയ്യാതെ ഇവിടുന്ന് കടന്നു പോകുക എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് വളരെ വളരെ വിഷമിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അത്രയും നമ്മളെ ഉറങ്ങാൻ അനുവദിക്കാതെ നമ്മളെ ഫ്രസ്ട്രേറ്റ് ചെയ്യിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് സിനിമ. ഒരേ സമയം നമ്മളെ ഫ്രസ്ട്രേറ്റും ചെയ്യിക്കും, നമ്മൾ ഒരേ സമയം എൻ്റർടൈൻ ചെയ്യിക്കും. നമ്മൾ കാഴ്ചക്കാരെന്നുള്ള രീതിയിൽ ഇത് നമ്മുടെ സ്വപ്നം എന്നുള്ള രീതിയിൽ നമ്മളെ ഇറിറ്റേറ്റും ചെയ്യിക്കുന്ന ഒരു സംഭവമാണ്. അപ്പോൾ അങ്ങനെ ഒരു ഇതിലാണ് സ്വന്തമായി സിനിമ ചെയ്യാം. അത് ഒരു വലിയ ക്യാൻവാസിലൊന്നും അല്ല, നമ്മളാലാകുന്ന രീതിയിൽ നമുക്ക് നാളെ ഇനി നമ്മളൊരു സ്ഥലത്ത് പോയി കഥ പറയാൻ പോകുമ്പോൾ നമ്മൾ സീറോയിൽ നിന്നല്ല നമ്മൾ ശ്രമിക്കുക. നമ്മൾ കുറച്ച് നാളുകൾക്ക് എൻ്റെ 21ാമത്തെ വയസ്സിലുള്ള ശ്രമങ്ങൾ തുടങ്ങിയെടുത്ത് തന്നെയാണ് ഞാൻ ഇപ്പോഴും നിൽക്കുന്നത്. ഇനിയും അങ്ങനെ ഒന്നാവാൻ പാടില്ല എന്നൊരു മാറ്റമുണ്ടാക്കാൻ എനിക്ക് മാത്രമേ പറ്റൂ. വേറൊരാളിന് അതിനകത്ത് കടന്നു വരാൻ പറ്റില്ല എന്ന തിരിച്ചറിവിലാണ് നമ്മൾ സിനിമ നിർമ്മിക്കാമെന്നുള്ളൊരു തീരുമാനത്തിലെത്തുന്നത്. അത്ര നിസ്സഹായത. മറ്റാരും നമുക്ക് വേറൊരു രീതിയിലും വഴികൾ തുറക്കുന്നില്ല എന്ന് കാണുമ്പോൾ നിസ്സഹായത. അതിൻ്റെ അപ്പുറത്തേക്കൊരു നമുക്കൊരു വിശ്വാസം, നമ്മളിലുള്ള വിശ്വാസം, അത് രണ്ടാമത്തെ ഫാക്ടർ. അതാണ് നിർമ്മാണത്തിലേക്ക് എത്തുന്നത്. മലയാള സിനിമ പ്രത്യേകിച്ച് സ്ത്രീ വിഷയങ്ങൾ വലിയ വിവാദ
കൊടുമ്പിരി നിൽക്കുന്ന സമയത്താണ് ആര്യയുടെ സിനിമ നിർമ്മിക്കുന്നതും ഒരു എഴുത്തുകാരി എന്ന രീതിയിലേക്കും സിനിമയിലേക്ക് വരുന്നത്. ഈ നിലവിലെ പ്രശ്നങ്ങളൊക്കെ വല്ലാതെ മാനസികമായി പ്രയാസപ്പെടുത്തിയിട്ടുണ്ടോ? മാനസികമായി പ്രയാസപ്പെടുത്തിയിട്ടില്ല, പക്ഷേ ഇതെല്ലാം നമ്മൾ കാണുന്നുണ്ട്, നമ്മളിതെല്ലാം പഠിക്കുന്നുണ്ട്, നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട്, ഒക്കെയുണ്ട്. ഒന്ന് എന്ന് പറയുമ്പോൾ ചില കാര്യങ്ങൾ നമുക്ക് നന്നായി റിലേറ്റ് ചെയ്യാൻ പറ്റും. ചില കാര്യങ്ങൾ നമുക്ക് നമുക്ക് ഒരു തോന്നലുണ്ടാവുമല്ലോ, ഇതെന്തായിരിക്കും ഇതിൻ്റെ പിന്നിലുള്ളത് എന്നുള്ളത് നമുക്ക് തോന്നലുണ്ടാവും. എന്നെ ഒരു രീതിയിലും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ എന്ന് വെച്ചാൽ എനിക്ക് പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് അല്ല, നിലവിൽ പോകുന്ന ഈ ഒരു അവസ്ഥ അനിവാര്യമായിട്ടുള്ള ഒരു സംഭവമാണ്. എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്യപ്പെടണം, ചർച്ചകൾ അല്ലെങ്കിൽ തുറന്നു പറച്ചിലുകൾ ഉണ്ടാകണം. അതൊരു പ്രോസസ്സാണ്. അതൊരു വലിയ വിവാദമാണെന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. അതൊരു പ്രോസസ്സാണ്. ചിലപ്പോൾ ഇനി മുതലെങ്കിലും നമുക്ക് എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ ഉണ്ടാവാനുള്ളൊരു സ്റ്റേജ് മാത്രമാണ്. അത് സിനിമാക്കാർക്ക് വിഷമം ഉണ്ടാകുമെന്നോ സിനിമ പ്രതിസന്ധിയിലാണെന്നോ ഞാൻ വിശ്വസിക്കുന്നില്ല. ചിലപ്പോൾ ഇത് ചില ക്രൈസിസുകളായിരിക്കും ചിലപ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ നല്ല മാറ്റങ്ങൾ കൊണ്ടുവരുന്നു. അത്തരത്തിൽ മാത്രമേ ചിന്തിക്കുന്നുള്ളൂ. എല്ലാവർക്കും തുറന്നു പറയാനുള്ള ധൈര്യങ്ങൾ ഉണ്ടാകും, ചൂഷണം ചെയ്യാനുള്ള ഒരു ഭയമുണ്ടാകണം. അപ്പോൾ അത്തരത്തിൽ തുറന്നു പറച്ചിലുകളും എല്ലാം ഉണ്ടാകുന്നത് നല്ലതാണ്. അതിനെ പോസിറ്റീവായിട്ട് മാത്രമേ കാണുന്നുള്ളൂ. എന്നാൽ ഈ ചർച്ചകളെല്ലാം തന്നെ ഒരു നല്ല വഴിയിലേക്ക് എന്തായാലും ഉണ്ടാകും എന്നുള്ളത് ഒരു വേറൊരു സിസ്റ്റം തന്നെ ഇവിടെ ഉണ്ടാകും എന്ന് വിശ്വസിക്കുന്നു. ഈ സാന്ദ്ര തോമസിന്റെ നിർമ്മാതാവുണ്ട്, മലയാളത്തിൽ ഒട്ടേറെ നല്ല സിനിമകൾ ചെയ്തതാണ്. ആ സാന്ദ്ര തന്നെ മുഖ്യധാര സിനിമാ മേഖലയിൽ നിന്നിട്ട് ഇപ്പോഴും അവരുടെ ദുരനുഭവങ്ങളാണ് പങ്കുവയ്ക്കുന്നത്. ആ ഒരു ചുറ്റുപാടിലാണ് ആര്യ ആദ്യത്തെ സിനിമ തന്നെ നിർമ്മിച്ച് മുന്നോട്ട് വരുന്നത്. സാന്ദ്രയെ പോലെ വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളൊരു പ്രൊഡ്യൂസറെയും ഞാൻ സാന്ദ്രയ്ക്ക് വ്യക്തമായിട്ടുള്ളൊരു ഐഡിയാസ് ഉണ്ട്. സിനിമ ബിസിനസ് അറിയാം, പഠിച്ച ആളാണ്, സിനിമയെ ആ രീതിയിൽ നോക്കിയ ഒരാളാണ്. ഞാൻ പാഷൻ്റെ പുറത്ത് മാത്രം സിനിമ ചെയ്ത ഒരാളാണ്. എനിക്ക് എൻ്റെ കഥകൾ എന്നെങ്കിലും സിനിമയാക്കപ്പെടണം എന്നുള്ളൊരു പാഷൻ്റെ പുറത്ത് മാത്രം ചെയ്ത ഒരാളാണ്. അങ്ങനെ വരുമ്പോൾ ഞാൻ ചിലപ്പോൾ ഞാൻ ചിന്തിക്കുന്നത് വേറെ ആയിരിക്കാം, സാന്ദ്ര ചിന്തിക്കുന്നത് വേറെ ആയിരിക്കും. അൾട്ടിമേറ്റ്ലി എല്ലാത്തിൻ്റെയും ജെനുവിൻ പാഷൻ സിനിമയോടുള്ള പാഷനാണ്. പക്ഷേ സാന്ദ്ര കുറച്ചുകൂടി പ്രൊഫഷണലാണ്. ആസ് എ പ്രൊഡ്യൂസർ സാന്ദ്ര കുറച്ചുകൂടി പ്രൊഫഷണലാണ്. ഞാൻ അത്രത്തോളം ആസ് എ പ്രൊഡ്യൂസർ എന്നുള്ള രീതിയിൽ ഞാൻ ഒട്ടും പ്രൊഫഷണൽ അല്ല. ചിലപ്പോൾ ഞാൻ ഇനിയൊരു പ്രൊഡക്ഷൻ ഉണ്ടാവുമെന്നൊന്നും അറിയില്ല. എന്നാൽ പോലും സാന്ദ്രയെ പോലെ വളരെ പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരാളിനെ വിലയിരുത്താനോ ഒന്നിനുള്ളൊരു ഇതെനിക്ക് കഴിയില്ല. സാന്ദ്രയെ വിലയിരുത്താൻ നമ്മുടെ ഒരു അനുഭവം ഞാൻ ചോദിക്കുകയാണ്. വിതുര എന്ന് പറഞ്ഞ ഒരു ഗ്രാമത്തിൽ ഒരു കൊച്ചു ഗ്രാമമാണ്. ഞാൻ ഒരു സത്യസന്ധമായി പറഞ്ഞാൽ ഞാൻ ഒരുപാട് സ്ട്രഗിളുകളാണ് പ്രതീക്ഷിച്ചത്. അതായത് നമ്മുടെ ഒരു മനുഷ്യനും എന്താ പറയുക, ആരും എന്നെ സപ്പോർട്ട് ചെയ്യില്ല എന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നു. എൻ്റെ നാട്ടുകാരാണെങ്കിലും വീട്ടിൽ നിന്നാണെങ്കിലും ഞാൻ ഒരുപാട് പ്രതിസന്ധികൾ നേരിടും എന്ന് ഞാൻ ഉറപ്പായും പ്രതീക്ഷിച്ചിരുന്നു. കല്ലേറുകൾ പ്രതീക്ഷിച്ചിരുന്ന എനിക്ക് എൻ്റെ വീട്ടുകാരും നാട്ടുകാരും ഒക്കെ എനിക്ക് ഒപ്പം നിന്നു എന്ന് മാത്രമല്ല, അവർ എൻ്റെ കൂടെ ഒരു എന്താണ് എനിക്ക് പറയേണ്ടതെന്ന് പോലും അറിയില്ല. അത്രമാത്രം ഞാൻ ഇന്ന് ഇത് തിയേറ്ററിൽ എത്തിക്കാൻ എനിക്ക് കഴിഞ്ഞു എന്നുണ്ടെങ്കിൽ എനിക്ക് തന്ന മോറൽ സപ്പോർട്ടും ഫിനാൻഷ്യൽ സപ്പോർട്ടിനേക്കാൾ ഉപരി എനിക്ക് തന്ന മോറൽ സപ്പോർട്ടുകളും എന്നിൽ വെക്കുന്ന പ്രതീക്ഷകളും ഒക്കെയാണ്. നമുക്ക് ഇപ്പോൾ ഷൂട്ടിനാണെങ്കിൽ പോലും നമ്മൾ എൻ്റെ നാട്ടിൽ തന്നെയാണ് ഷൂട്ട് ചെയ്തത്. ഓരോ വീടുകൾ നമുക്ക് വേണ്ടി തുറന്നിട്ട് തരികയാണ് അവർ. നമുക്ക് ഓരോ വീടുകളും നമ്മൾ രാത്രി വളരെ വൈകിയാണ് ഷൂട്ട് കഴിയുന്നത്. എന്നാൽ പോലും അവർക്ക് നേരെ ഫുഡ് ഉണ്ടാക്കാനോ അവർക്ക് കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാനോ ഉറക്കാനോ ഒന്നിനു പോലും സാധിക്കാത്തൊരവസരത്തിൽ അവർ എനിക്ക് വേണ്ടി എല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാക്കേണ്ട സ്ഥലങ്ങളിൽ പോലും കണ്ണടച്ച് പോയ ഒരു നാട്ടുകാരും ഒക്കെ ഉള്ള ഒരാളാണ് ഞാൻ. അപ്പം ആ ഒരു രീതിയിൽ ഞാൻ ഭയങ്കര ലക്ഷറീസ് ആണ്. ഞാൻ ഒരുപാട് ലക്ഷറീസ് എൻജോയ് ചെയ്ത ഒരാളാണ്. റിലേഷൻഷിപ്പുകൾ ഫാമിലിയിൽ നിന്നാണെങ്കിലും നാട്ടുകാരാണെങ്കിലും ഒക്കെ. അപ്പോൾ എനിക്ക് ഒരുപാട് സ്ട്രഗിളുകൾ പ്രതീക്ഷിച്ച സ്ഥലത്ത് എനിക്ക് സപ്പോർട്ടുകളാണ് കിട്ടിയത്. വിതുരയുടെ പേര് പറയുമ്പോൾ തന്നെ മലയാള സിനിമയിൽ വലിയ കോളിളക്കം സൃഷ്ടിച്ചൊരു പേരാണ് വിതുര. വിതുരയിലെ ആളുകൾക്ക് പണ്ട് പൊന്മുടി അവിടെ അടുത്തായതുകൊണ്ട്, പൊന്മുടി വളരെ അടുത്ത് കിടക്കുന്ന ഒരു മലയോര മേഖലയാണല്ലോ വിതുര. അപ്പം അതുകൊണ്ട് തന്നെ അവർക്ക് സിനിമ എന്ന് പറയുന്ന ഒരു സംഭവമായിട്ട് വളരെ അടുത്ത് നിൽക്കുന്ന ആൾക്കാർ, ഷൂട്ടിങ് നസീറിനെയും ഷീലയും ഒക്കെ സ്ഥിരം കണ്ട് അവിടെയാണ് കൂടുതൽ ഷൂട്ടും അന്ന് നടന്നത്. അപ്പം അത്തരത്തിൽ സിനിമയോട് അടുത്ത് നിൽക്കുന്ന ഒരു ഗ്രാമം കൂടിയാണ്. ഒരു സാംസ്കാരിക പശ്ചാത്തലമുള്ള ഒരു സാംസ്കാരിക ലെഗസി ഉള്ളൊരു സ്ഥലം കൂടിയാണ്. അപ്പോൾ അവിടെ നിന്നുള്ള ആൾക്കാർക്കും ചിലപ്പോൾ അത് അവർക്ക് ജനുവിനിൽ അതൊക്കെ അംഗീകരിക്കാൻ പറ്റുന്ന മനുഷ്യരായിരിക്കണം. അതുകൊണ്ട് തന്നെ ആയിരിക്കണം അവർക്കും എന്നോടൊപ്പം നിൽക്കാൻ കഴിയുന്നത്. വലിയ കാര്യമെന്നല്ല, അതൊരു ഒരു എക്സെപ്ഷണൽ കാര്യമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം.
ഈ മലയാള സിനിമയിൽ പൊതുവെ സ്ത്രീകൾക്കൊരു സ്വാതന്ത്ര്യമില്ല, തുല്യതയുടെ പ്രശ്നമുണ്ട്, അവരുടെ ഐഡന്റിറ്റി നിലനിർത്തി അവർക്ക് പ്രവർത്തിക്കാൻ പറ്റുന്നില്ല. നമ്മളുടെ സിനിമയിൽ കള്ളത്തിന് എങ്ങനെയായിരുന്നു ഒരു സ്ത്രീകളുടെ ഒരു പങ്കാളിത്തം? ഇതില് സ്ത്രീകളാണ് കൂടുതലും. സ്ത്രീകളുടെ എണ്ണം കൂടിയത് കൊണ്ട് അതൊരു സ്ത്രീകൾക്ക് മുൻഗണനയുള്ള സംഭവമൊന്നും അല്ല പറയുന്നത്. ഓരോരുത്തർക്കുള്ള സ്പേസ് കൊടുക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും. ഒന്ന്, നമ്മുടെ ഇപ്പം സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങളെന്ന് പറയുമ്പോഴുള്ളൊരു നമ്മുടെ സോഷ്യലി നമ്മൾ പ്രാക്ടീസ് ചെയ്ത കുറേ കാര്യങ്ങളുണ്ടല്ലോ. അപ്പോൾ ഒരു സ്ത്രീ സംവിധായകരാണ് കൂടുതലും പ്രശ്നങ്ങൾ നേരിട്ട് നമ്മൾ കേട്ടിട്ടുള്ളത്. എന്ന് പറയുമ്പോൾ ഒരു സംവിധായിക എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ഒരു ഡയറക്ടറിന് ഒരു ഭയങ്കര കമാൻഡിങ് പവേഴ്സ് ഉള്ള ഒരു ആളായിരിക്കണം. അതൊരു ആണായാലും പെണ്ണായാലും. പക്ഷേ ഈ സെറ്റിലുള്ള പുരുഷന്മാരെല്ലാവരും അവർ വീട്ടിൽ നിന്ന് പഠിച്ചു വന്ന, വീട്ടിൽ നിന്ന് ഫോളോ ചെയ്യുന്ന ആ മെയിൽ ഡോമിനൻസ് ഉള്ള ആൾക്കാർ തന്നെ ആയിരിക്കണം. അവർ ഫോളോ ചെയ്ത് വന്ന കുറേ രീതികളുള്ള മനുഷ്യരായിരിക്കണം. അപ്പോൾ ഒരു സ്ത്രീ വന്ന് അവരെ കമാൻഡ് ചെയ്യുന്നു, ഡിമാൻഡ് ചെയ്യുന്നു. ഒരു ഡയറക്ടറിന് ഏറ്റവും വേണ്ട കഴിവെന്ന് പറയുന്നത് ഡോമിനേഷനാണ്. ആ സെറ്റിൽ അവർക്കൊരു ഡോമിനേഷൻ ഉണ്ടായിരിക്കണം. അപ്പോൾ ഒരു പുരുഷൻ ഡോമിനേറ്റ് ചെയ്യുന്നത് അതൊരു വലിയ കാര്യമല്ല. പക്ഷെ അവിടെ ഒരു കസേര പിടിച്ചിട്ടിരുന്ന ഒരു സ്ത്രീ വന്ന് ഡോമിനേറ്റിംഗ്, ഒരു ഡിമാൻഡിങ് ആയിട്ടുള്ളൊരു ഒരു വോയിസ് അവർക്ക് ഉണ്ടാകുമ്പോൾ അത് ഡൈജസ്റ്റ് ആവാൻ നമ്മുടെ സൊസൈറ്റിക്ക് ഒരു സമയം. ഇപ്പോൾ വീട്ടിൽ ശബ്ദമുയർത്തുന്ന സ്ത്രീകളെ തന്നെ പതിയെ സംസാരിക്കൂ എന്ന് പറയാറുണ്ട്. എപ്പോഴും നമ്മൾ ശബ്ദം താഴ്ത്തി സംസാരിക്കാൻ സ്ത്രീകളോട് പൊതുവേ കണ്ടീഷൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത്തരത്തിലൊരു സിനിമ പോലെയുള്ള ഒരു വലിയൊരു സ്പേസിൽ ഒരു സ്ത്രീ വന്ന് വളരെ ഡിമാൻഡിങ്ങും കമാൻഡിങ്ങും ആവുമ്പോഴുള്ള ബുദ്ധിമുട്ടുകളാണ്, അത് അക്സെപ്റ്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകളായിരിക്കണം ഒരു ടെക്നീഷ്യന്മാർക്ക് നേരിടേണ്ടി വരുന്നത്. അല്ല, അങ്ങനെയൊക്കെ പഴയ കാലങ്ങളൊക്കെ മാറിയല്ലോ. ഒരുപാട് മാറിയെങ്കിൽ പോലും ഇപ്പോഴും അതുപോലെയുള്ള പ്രശ്നങ്ങൾ, അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്ന ഒരുപാട് പേരുണ്ട്. നാട്ടിൻപുറത്തൊക്കെ ആയിരിക്കാം അങ്ങനെ അത്തരത്തിലൊരു നമ്മുടെ വീടുകളിൽ പോലും സ്ത്രീക്ക് സ്വാതന്ത്ര്യം ഇല്ലാത്ത. ഇപ്പോഴങ്ങനെയില്ല. ആ ഒരു സ്വാതന്ത്ര്യമില്ലായ്മ എന്ന് പറയണ നമ്മുടെ സ്വാതന്ത്ര്യം എന്താണ് എന്ന് നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം. നമ്മളാണ് അതിനെ നമ്മുടെ സ്വാതന്ത്ര്യം എന്താണെന്ന് ഡിഫൈൻ ചെയ്യേണ്ടത് നമ്മളാണ്. ആരും നമ്മളെ അതിനെ നമ്മൾ അംഗീകരിക്കുമ്പോഴാണ്, നമ്മുടെ സ്വാതന്ത്ര്യം എന്താണെന്ന് നമ്മൾ സ്വയം തിരിച്ചറിയുമ്പോഴാണ് അവിടെ അത് റെലവൻ്റ് ആകുന്നത്. അല്ലാതെ അതൊരു കംപ്ലൈൻ്റ് ആയിട്ടോ ഒന്നും അല്ല പറഞ്ഞത്. ഇത്തരത്തിൽ ഒരു സ്ത്രീ സംവിധായകർ പലപ്പോഴും കംപ്ലൈൻറ്റ് പറഞ്ഞിട്ടുള്ളത്, അല്ലെങ്കിൽ അവരുടെ ഭാഗത്തു നിന്ന് വന്നിട്ടുള്ളൊരു സംഭവമാണ്. നമ്മൾ ഡിമാൻഡ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഒരു ഡയറക്ടർ ഏറ്റവും കൂടുതൽ വേണ്ടത് ഒരു സംവിധായിക അല്ലെങ്കിൽ സംവിധായകന് വേണ്ടത് കമാൻഡിങ് പവറാണ്. ആ കമാൻഡിങ് സംഭവം ഡൈജസ്റ്റ് ആവാൻ കുറച്ച് കാലഘട്ടങ്ങളെടുത്തു. ഇപ്പോൾ അതിൽ നിന്നും എവോൾവ് ആയി വരുന്നുണ്ട്. എന്തുകൊണ്ട് ആരും ഒരു വനിതാ സംവിധായക ഈ സിനിമയുടെ സംവിധാനത്തിലേക്ക് മാറ്റാതെ പോയത്? എനിക്ക് ഒന്നാമത് ഇത് ഞാൻ തന്നെ സംവിധാനം ചെയ്യാനിരുന്ന ഒരു സംഭവമാണ്. അപ്പോൾ എനിക്കങ്ങനെ ഒരു ഇത് വന്നില്ല. എനിക്ക് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം വന്നപ്പോഴാണ് ചേട്ടൻ എൻ്റെ സുഹൃത്തായതുകൊണ്ടും അങ്ങനെയാണ് ചേട്ടനോട് ചോദിക്കുന്നത്. അപ്പം നമ്മളൊരു സ്ത്രീയോടൊപ്പം വർക്ക് ചെയ്താൽ നമ്മൾ ചൂഷണം ചെയ്യപ്പെടാതിരിക്കും. ചൂഷണം എന്ന് പറയുന്നതിന് സെക്ഷൽ എക്സ്പ്ലോയിറ്റേഷൻ മാത്രമല്ല, അതിന് പല രീതിയിലുള്ള സംഭവങ്ങളുണ്ട്. ഒരിക്കലും ഒരു സ്ത്രീയുടെ കീഴിൽ വർക്ക് ചെയ്താൽ നമ്മൾ സുരക്ഷിതരായിരിക്കുമെന്ന് എനിക്ക് തോന്നലൊന്നുമില്ല. അപ്പം അതുകൊണ്ട് എന്നെ സംബന്ധിച്ച് അത്തരത്തിലുള്ള കൺസേൺസ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് ഞാൻ അങ്ങനെ വനിതാ സംവിധായകയെ പറ്റിയോ അങ്ങനെ ഒന്നും ചിന്തിച്ചിട്ടില്ല. ഇതിനകത്ത് നമ്മുടെ ഈ കഥയിൽ എത്രത്തോളം ഇതിൻ്റെ ഒരു കഥാപശ്ചാത്തലത്തിൽ ഒരു സ്ത്രീയുടെ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് അല്ലെങ്കിൽ സ്ത്രീ അനുഭവിക്കുന്ന ഇവിടെ നമ്മൾ സ്വാതന്ത്ര്യത്തെ പറ്റി അല്ല സംസാരിക്കുന്നത്. നമ്മുടെ സിനിമ അത്തരത്തിലൊരു പ്രമേയം, ഒരു ഇക്വാലിറ്റിയോ സമത്വമോ അത്തരത്തിലുള്ള സംഭവങ്ങളല്ല പറയുന്നത്. മറ്റൊരു രീതിയിലുള്ള ഒരുപാട് സ്ത്രീകൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരേ വിഷയത്തിൻ്റെ തന്നെ രണ്ട് വശങ്ങൾ, രണ്ട് രീതിയിലുള്ള കാര്യങ്ങൾ ഇതിനകത്ത് പറയുന്നുണ്ട്. ഒരു കാര്യത്തിൻ്റെ രണ്ട് ഡയമെൻഷൻസ് പറയുന്നുണ്ട്, സെയിം ആസ്പെക്റ്റിൻ്റെ. അപ്പോൾ അത് തന്നെയാണ്. അത് സ്പോയിലറായി പോകും. അപ്പോൾ അതുകൊണ്ട് കൂടുതൽ കാര്യങ്ങൾ പറയുന്നില്ല. പക്ഷെ എന്നാൽ പോലും സ്ത്രീകളുടെ ഒരു മാനസിക സഞ്ചാരമാണ് ഇതിനകത്ത് പോകുന്നത്. ഒരു എഴുത്തുകാരി എന്ന രീതിയിലും മറ്റെന്തൊക്കെയാണ് ഈ രചനകൾ നടത്തിയിട്ടുള്ളത്?
ഞാൻ കഥകൾ തന്നെയാണ് സ്ക്രിപ്റ്റ്. എൻ്റെ ഒരു കുറച്ച് നാളുകൾക്ക് മുമ്പ് തന്നെ ഈ സ്ക്രിപ്റ്റ് റൈറ്റിംഗ് എന്ന് പറയുന്ന ഒരു പാഷൻ മനസ്സിൽ കയറിയതിന് ശേഷം എഴുത്ത് മറ്റൊരു രീതിയിലേക്കും പോകുന്നില്ല. നമുക്ക് എന്തെഴുതിയാലും ഒരു ബേസിക് തോട്ട് വന്നാൽ പോലും നമുക്കത് സ്ക്രിപ്റ്റ് ആക്കാം എന്നുള്ളൊരു തോന്നൽ മാത്രമേ ഉള്ളൂ. ആ ഒരു ടെക്നിക്കൽ സാധനവുമായി നമ്മൾ അതിൻ്റെ ഒരു സ്ക്രിപ്റ്റിൻ്റെ ഒരു ടെക്നിക്കൽ സൈഡിനോട് വല്ലാത്തൊരു ഇഷ്ടം അടുപ്പം തോന്നി. നമുക്ക് പറ്റുന്നൊരു സൈഡ് അതാണ് എന്ന് തോന്നി. എനിക്ക് എന്നെ കൊണ്ടൊരിക്കലും ഒരു നോവൽ എഴുതാനോ ചെറുകഥ എഴുതാനോ പറ്റുമെന്ന് തോന്നില്ല. എനിക്ക് എന്തൊരു ബേസിക് ഐഡിയ തോന്നിയാലും അതൊരു സ്ക്രിപ്റ്റ് ആക്കാനുള്ളൊരു ഇത് മാത്രമേ നമ്മളെ കൊണ്ട് സാധിക്കൂ എന്ന് എനിക്കിപ്പോൾ തോന്നുന്നുണ്ട്. അത് തന്നെയാണ്. ഇനിയും ഒരുപാട് എഴുതിയ കഥകളുണ്ട്. അതുമായിട്ട് നിലവിൽ ശ്രമിച്ച് ഇനിയും ശ്രമങ്ങൾ തുടരണം എന്നുള്ളതേ ഉള്ളൂ. പുതിയ സിനിമാ ശ്രമങ്ങളല്ല തിരക്കഥാ ശ്രമങ്ങൾ തുടങ്ങിയിട്ടുണ്ടോ? ഡെഫിനറ്റ്ലി ഇതിൻ്റെ കൂടെ പാരലലി നടക്കുന്നുണ്ട്, പല കാര്യങ്ങളും നടക്കുന്നുണ്ട്, ശ്രമങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഈ കള്ളത്തിനെ കുറിച്ച് പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത്? കള്ളം ഒരു എന്താ പറയുക, ഒരു ഇൻവെസ്റ്റിഗേഷൻ മോഡിൽ പോകുന്ന ഒരു സിനിമയാണ്. പക്ഷെ അതൊരു പക്ക ക്രൈം സസ്പെൻസ് ത്രില്ലറൊന്നും അല്ല. എന്നാൽ പോലും ഒരു സസ്പെൻസ് ഉണ്ട്, ഒരു ഇൻവെസ്റ്റിഗേഷൻ പാർട്ടുണ്ട്. അതിന് ഒട്ടും ലാഗ് കാണില്ല എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പം അത്തരത്തിൽ എന്നാൽ പോലും അതൊരു വേറൊരു ബീറ്റിൽ പോകുന്ന ഒരു സിനിമയാണ്. അതിനകത്തൊരു പോലീസ് ഇൻവെസ്റ്റിഗേഷൻ ഒന്നും അല്ല, ഒരു മീഡിയ ഇൻവെസ്റ്റിഗേഷനാണ്. അത്തരത്തിൽ എന്താണ് പ്രേക്ഷകനെ എൻ്റർടൈൻ ചെയ്യിക്കാൻ പറ്റുന്ന ഒരു സംഭവം കൂടിയാണ്. എൻഗേജ് ചെയ്ത് എൻ്റർടൈൻ ചെയ്യിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അതിനൊപ്പം ഒരു വിഷയം സാമൂഹികമായി റിലവൻ്റ് ആയിട്ടുള്ള ഒരു വിഷയം കൂടി മുന്നോട്ട് വയ്ക്കാൻ പറ്റുന്നു എന്നുള്ള കാര്യത്തിൽ ഉറപ്പുണ്ട്. എന്തായാലും കള്ളം നല്ലൊരു മികച്ച സിനിമയായി തീരട്ടെ. താങ്ക് യു. വ്യക്തിപരമായി കള്ളം എൻ്റെയും കൂടി സിനിമയാണ്. അതുകൊണ്ട് തീർച്ചയായും സിനിമ വലിയ വിജയമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു, ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു.